ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ പെട്ടിയുടെ റെസിപ്പി ആയിട്ടാണ്. അകത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടുള്ളൊരു ചിക്കൻ പെട്ടിയാണ്. അപ്പോൾ ഇത് സെർവ് ചെയ്യുമ്പോൾ ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നല്ല ജ്യൂസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ പെട്ടി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ചിക്കനിലൊന്ന് മാരിനേഷനാണ്. അതിനായിട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 ടീസ്പൂണോളം ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നത് ഒരു നല്ല ഫ്ലേവർ കൊടുക്കും കേട്ടോ ഈ ഒരു ചിക്കന്. അപ്പോൾ 1/2 ടീസ്പൂണോളം ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ തന്നെ വിനീഗർ, 1 ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണോളം റെഡ് ചില്ലി സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. റെഡ് ചില്ലി സോസ് ഇല്ലെന്നുണ്ടെങ്കിൽ ഗ്രീൻ ചില്ലി സോസ് ഇല്ലേ, അത് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ 1 ടീസ്പൂൺ മൈദയും ഈ ഒരു ബാറ്ററിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 200 ഗ്രാം ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എപ്പോഴും ചിക്കൻ കുക്ക് ചെയ്യിച്ച് വെക്കാറുണ്ട്. ഒരു 1/4 ഭാഗത്തോളം വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. കുറച്ച് ഉപ്പും കുരുമുളകും മുളക് പൊടിയും ചേർത്ത് ഒരു 1/4 ഭാഗം വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറാണ് പതിവ്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് എടുക്കാനായിട്ട് ഈസി ആയിരിക്കും. അപ്പോൾ ഈ ഒരു മിക്സിലേക്ക് ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാ ചിക്കനും ഞാൻ ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവത്തിനായിട്ട് കുറച്ച് സാലഡ് പ്രിപ്പയർ ചെയ്യണം. അതിനായിട്ട് കുറച്ച് ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ലൂസായിട്ടുള്ള മയണൈസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഇനി ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ റെഡ് ചില്ലി സോസും കൂടി ചേർത്ത് കൊടുക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി എടുക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്ത് കൊടുക്കുക. എല്ലാം കുറച്ച് എടുത്താൽ മതി. ഇനി ഇത് ടൊമാറ്റോ സോസും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചിക്കൻ്റെ പീസും കൂടി ഈ ഒരു സാലഡിൽ ചേർത്തിട്ട് ഇതെല്ലാം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെരി പെരി ചിക്കൻ്റെ മസാലയാണ് കേട്ടോ ഞാൻ ഈ ചിക്കൻ്റെ മാരിനേഷനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ പെട്ടി ഉണ്ടാക്കാനുള്ള ബാറ്റർ പ്രിപ്പയർ ചെയ്യാനായിട്ട് മൈദ 1 കപ്പ് എടുക്കുന്നുണ്ട്. ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ മൈദ എടുത്ത ഏത് കപ്പിലാണോ ആ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. അടിച്ചെടുത്ത മിക്സ് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇതാണ് ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ അടുപ്പത്തോട്ടൊരു പാത്രം വെച്ച് ഇനി ഓരോ നീർദോശയും നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ എടുക്കുന്ന നീർദോശയുടെയൊക്കെ വലിപ്പവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ദോശ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഒരു സൈഡ് കുക്കാവുന്ന സമയത്ത് മറിച്ചിട്ട് കൊടുക്കുക. അടുത്ത സൈഡും കുക്കാക്കി എടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ എല്ലാ ദോശയും ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ദോശ ഉണ്ടല്ലോ, ഈ ഒരു ദോശ ചുട്ടെടുത്തിട്ട് നെയ്യും പഞ്ചസാരയും വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല സോഫ്റ്റ് ദോശ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ് നെയ്യും പഞ്ചസാരയും വെച്ച് കഴിക്കാനായിട്ട്. ഇപ്പോൾ തന്നെ എല്ലാ ദോശയും ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പെട്ടിയും ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഒരു ദോശ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ദോശയുടെ 2 സൈഡും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. മടക്കി കൊടുക്കാമെന്നല്ല, ആ ഒരു തുമ്പ് പിടിച്ചിട്ട് നമുക്ക് കുറച്ച് മൈദ പേസ്റ്റ് വേണം. മൈദയിൽ കുറച്ച് വെള്ളം ചേർത്തൊന്ന് കലക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ഒരു സൈഡിൽ ഞാൻ കുറച്ച് മൈദ പേസ്റ്റ് തേച്ച് കൊടുക്കുവാണ്. എന്നിട്ട് മറ്റേ സൈഡ് ഈ ഒരു മൈദ പേസ്റ്റിൻ്റെ മുകളിലൂടെ കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അതങ്ങനെ ഒട്ടിയിരിക്കുവേ. ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ ആ മിഡിൽ പോർഷനിലാണ് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരുപാട് ഓവറായിട്ട് ഫില്ലിങ് വെക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇല്ലെങ്കിൽ സൈഡിൽ കൂടെയൊക്കെ ചാടി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി മൈദ പേസ്റ്റ് ഇതിൻ്റെ മുകൾ പോർഷനിലും ഈ 2 സൈഡിലുമായിട്ട് വേണം തേച്ച് കൊടുക്കാനായിട്ട്. ഇനി ഈ ഒരു എൻഡ് പിടിച്ച് മുഴുവനെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാം അങ്ങ് ഒട്ടി നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കും.
ഇത് കുറച്ച് വലിയ ദോശ ആയതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു സൈസിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത്രയും സൈസ് വേണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ദോശ ചുട്ടെടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ ഇവിടെ എല്ലാം ഒട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇച്ചിരി പോർഷൻ മുകളിലോട്ട് കുറച്ച് നീണ്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു സൈസ് കുറയ്ക്കാനായിട്ട് ഞാൻ ആ മുകൾ പോർഷന് തിരിച്ചത് ഇതുപോലെ ഒന്ന് മടക്കി റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും കുറച്ച് മൈദ പേസ്റ്റ് തേച്ചിട്ട് ആ ഒരു സൈഡും കൂടി ഒട്ടിച്ചെടുക്കുവാണേ. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ഷേപ്പ് ചെയ്ത് എടുക്കാം കേട്ടോ. ഇതാ അപ്പോൾ ഇവിടെ ഒരു പെട്ടി റെഡി ആയിട്ടുണ്ട്. ഞാൻ എല്ലാ പെട്ടിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുപ്പത്തോട്ട് എണ്ണ ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഒരുപാട് എണ്ണ മുങ്ങിപ്പൊരിക്കുന്ന രീതിയിലൊന്നും വേണ്ട, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അതിലിട്ടൊന്ന് തിരിച്ച് മറിച്ചും എടുത്താൽ മതി. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട് കിട്ടും. പിന്നെ ഒരുപാട് ഓവർ കുക്ക് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അകത്തിരിക്കുന്ന ആ സാലഡൊക്കെ ആ ഒരു ക്രഞ്ചിനെസ് നഷ്ടമാവും. അപ്പോൾ ഈ ഒരു പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് നോക്കാം. 1 മിനിറ്റ് പോലും നമുക്കിത് ആവശ്യമില്ല കേട്ടോ അത് കുക്കായിട്ട് കിട്ടാനായിട്ട്. അപ്പോൾ ഇതാ ഞാൻ എല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടോട് കൂടി കഴിക്കാനാണ് കേട്ടോ നല്ല ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ പെട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പെരി പെരി ചിക്കൻ പെട്ടിയാണ് ഞാൻ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അകത്തെ ലെയറൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അകത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോസി ആയിട്ടുള്ള ചിക്കനാണ് ഇരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഇത് പ്രിപ്പയർ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തും സപ്പോർട്ട് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ടാറ്റാ.